महितमां भक्ति तन्दानमिन्नेगी മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. നമസ്കാരം. എടത്തല NAD കവല റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമം നടത്തി. അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് PK കരീം അധ്യക്ഷത വഹിച്ചു. CBSE SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ആദിയ ഫാത്തിമ, നയന രമേശ് എന്നീ കുട്ടികളെയും ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് നേടിയ ഷിബിന അൻവർ, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 3 സ്വർണ്ണ മെഡൽ നേടിയ PS ഷംസു എന്നിവരെയും NRA കുടുംബങ്ങളിലെ മുതിർന്ന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ലഹരിക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കുമെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് എടത്തല പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജമാൽ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് റൈജ അമീർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആബിദ ഷെരീഫ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹസീന ഹംസ, എടത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KM ഷംസുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സെക്രട്ടറി KK അജി സ്വാഗതവും വൈസ് പ്രസിഡന്റ് യൂസഫ് പാറേക്കുടി നന്ദിയും പറഞ്ഞു. കൂട്ടായ്മകളാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാന കൂട്ടായ്മ. ഇവിടെ ജാതിയോ മതമോ ഭാരതീയരായ നമ്മുടെ സഹോദരന്മാരെ ഒരു കാരണവുമില്ലാതെ, ഒരു പ്രകോപനമില്ലാതെ വെടിവെച്ച് കൊല്ലാന്ന് വെച്ച് അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് സർക്കാർ ആ ചുട്ട മറുപടി കൊടുത്തപ്പോൾ നമ്മളൊക്കെ കൂടെ നിന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാടിൻ്റെ ഭരണഘടനയെ തകർക്കുന്ന ശക്തികൾ ഇന്ന് രാജ്യത്ത് വളർന്നു വരുന്നു. അതൊരിക്കലും നമുക്ക് അനുവദിച്ചു അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മൾ 2018 ഒക്ടോബർ 3-ാം തീയതി രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ച സംഘടനയാണ്. 6 വർഷവും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും കൃത്യമായി ഇടവിട്ട് പെട്രോളിംഗ് നടത്തിയാൽ നമ്മൾ ഈ ഇവർ മൂക്കിലേക്ക് വലിച്ചു കയറ്റും, ഫോണിൽ എന്തെങ്കിലും ഇടും, അതിൻ്റെ ആ ഇതുമിട്ടിട്ട് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് മൂക്കിലേക്ക് ഡയറക്റ്റ് കയറാണ്. അപ്പോൾ നമുക്ക് വേറെ സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇതിലില്ല. അപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട ഒരു ആൾക്ക് നഷ്ടപ്പെടുന്ന 5 കാര്യങ്ങളാണ്. ആ 5 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അയാളുടെ പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ ചുരുക്കി പറയാം. 2ാമത്തെ കാര്യം അയാളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ ഇന്ന് ആരോഗ്യമില്ലാത്ത ഒരാളാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ആവശ്യമുണ്ടോ? എന്നെ എൻ്റെ നാട്ടുകാർക്ക് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? നമ്മളെ കാണാൻ ആരെങ്കിലും വരുമോ? ഇല്ല. അപ്പോൾ ആരോഗ്യമാണ് എല്ലാത്തിൻ്റെയും പ്രധാന ഘടകം. ആ 1ാമത്തെ ഘടകത്തെ തന്നെ നമ്മുടെ ഈ ലഹരി അവനെ നശിപ്പിച്ചു കളഞ്ഞു. ആരോഗ്യ തലച്ചോറിലേക്ക് ഡയറക്റ്റ് കയറി. ഇത് കെമിക്കലാണ്. ഇത് 3 കെമിക്കലുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന രാസ ലഹരിയാണ്. ആ ലഹരി നമ്മുടെ ശരീരത്തിൽ കയറിയാൽ പിന്നെ അതിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. അതിനഡിക്റ്റായി പോയ ഒരാളെ അതിൽ നിന്നും പിന്തിരിച്ച് നമുക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം പ്രയാസപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ ഒത്തിരി ആളുകളെ ഈ ശ്രമത്തിൽ മദ്യപാനികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, കഞ്ചാവ് വലിക്കുന്ന ആളുകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ലഹരിക്ക് അടിമപ്പെട്ട ഒരാളെ തിരിച്ചുകൊണ്ടുവരാൻ വളരെ പ്രയാസമായിരിക്കും. അയാളുടെ പ്രവർത്തനം മാനസിക രോഗികളെ പോലെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും അയാളുടെ ഭാഗത്തു നിന്നാണ്. അയാളെ അറിഞ്ഞുകൊണ്ടുള്ളതൊന്നുമല്ല അയാളുടെ ആ ഒരു കുടുംബത്തിൽ അംഗമാണെന്ന് കേട്ട എന്തോ ഒരു വലിയ പേരും പ്രശസ്തിയുമുള്ള രീതിയിലാണ് സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി കരീം എന്നെ ഈ ഒരു ചടങ്ങ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിച്ചത്, NAD കവല നിവാസികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണോ ഈ റോഡിന് 5 ലക്ഷം രൂപ ഈ പ്രാവശ്യം വെച്ചിട്ടാണ് നമ്മുടെ ആ റോഡിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റോഡ് കുഞ്ചാട്ടേരിക്ക് പോകുന്നുണ്ടല്ലോ, ആ റോഡിൽ ഒരു 5 ലക്ഷം രൂപ നമ്മൾക്ക് അതിനകത്ത് വകയിരുത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ
പകുത്തെടുത്ത് മക്കൾ നാലു വഴിക്കായി പിരിഞ്ഞു പോയി. അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണിലൻ നന്ദിത്തിരി കൺതുറന്നതില്ല. ഉള്ളം തുളുമ്പുന്നോരോർമ്മകൾ നോവിൻ്റെ ആഴം പെരുക്കി ചിതറിച്ചു. ദുശകുനം പോലെ. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.